ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 3-ാം ഞായറിൽ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയും 4-ാം അധ്യായം 14 മുതൽ 21 വരെയുമുള്ള വാക്യങ്ങളാണ് വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ ഒരു ലഘു വ്യാഖ്യാനം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം ലൂക്കാ സുവിശേഷത്തിലെ ആമുഖമാണ്, ഉപക്രമമാണ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ 1-ാം അധ്യായം. അത് ഔപചാരികവും സാഹിത്യസുന്ദരവുമാണ്. അക്കാലത്തെ ഗ്രീക്ക് റോമൻ സാഹിത്യകാരും അനുവർത്തിച്ചു പോകുന്ന ശൈലിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ലൂക്ക അവലംബിക്കുന്ന വ്യാഖ്യാന ശൈലി. ഇതിനു മുന്നേ ക്രിസ്തു ചരിത്രം രചിച്ചവരോടുള്ള കടപ്പാട് ഈ ഉപക്രമത്തിൽ ലൂക്കാ സുവിശേഷകൻ അനുസ്മരിക്കുന്നുണ്ട്. മർക്കോസ്, ക്യൂ ഉറവിടം എന്നിവയായിരിക്കണം. തികച്ചും ശാസ്ത്രീയമായ അടിത്തറയിൽ ഊന്നി നിന്നുകൊണ്ട് ദൃക്സാക്ഷികളായ അപ്പോസ്തലന്മാരുടെയും പ്രബോധകരുടെയും വിവരണങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് താൻ ക്രിസ്തു മഹത്വം രചിക്കുന്നുവെന്ന് ലൂക്ക വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ വിവരണം വിശ്വാസയോഗ്യമാണെന്നും അദ്ദേഹം ഇവിടെ സമർത്ഥിക്കുകയാണ്. കൂടാതെ ചിട്ടയോടും അനുക്രമത്തോടും അവതരിപ്പിക്കപ്പെടുന്ന സുവിശേഷം കേവലം ചരിത്രം മാത്രമല്ല, ദൈവത്തിൻ്റെ പൂർണ്ണമായ ഇടപെടലുകളിലൂടെയാണ് ക്രിസ്തു സംഭവം, അതായത് ജനനം, ശുശ്രൂഷ, മരണം, ഉത്ഥാനം, ഈ ക്രിസ്തു സംഭവം നിറവേറിയതെന്ന് ലൂക്ക വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സമുന്നതമായ ഒരു ദൈവശാസ്ത്ര ലക്ഷ്യമാണ് ലൂക്കായ്ക്കുള്ളതെന്ന് നാം മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് താൻ സുവിശേഷം രചിക്കുന്നു എന്ന ചോദ്യത്തിന് ഉപക്രമത്തിൽ തന്നെ അദ്ദേഹം ഉത്തരം നൽകുന്നുണ്ട്. വായനക്കാർ ഇതിനു മുന്നേ അറിഞ്ഞിട്ടുള്ള ക്രിസ്തു സംഭവത്തിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ്. തിയോഫിലോസ് എന്ന വ്യക്തിയെയാണ് ലൂക്ക അഭിസംബോധന ചെയ്യുന്നത്. തൻ്റെ 2-ാമത്തെ ഗ്രന്ഥമായ അപ്പോസ്തല പ്രവർത്തനവും ലൂക്ക അഭിസംബോധന ചെയ്യുന്നത് തിയോഫിലോസിനെ തന്നെയാണ്. തിയോഫിലോസ് ആരാണെന്നതിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ലഭ്യമല്ല. എങ്കിലും ഓറിജിന്റെ അഭിപ്രായത്തിൽ എല്ലാ വായനക്കാരെയും പ്രതിനിധീകരിക്കുന്നവനായിട്ടാണ് തിയോഫിലോസ് ദൈവസ്നേഹി നിലകൊള്ളുന്നതെന്ന് അനുസ്മരിക്കപ്പെടുന്നുണ്ട്. സുവിശേഷത്തിന്റെ 2-ാം ഭാഗത്ത് യേശുവിൻ്റെ ദൗത്യം സ്വന്തം നഗരമായ ഗലീലി ദേശത്ത് ആരംഭിക്കുന്നതായി ലൂക്ക രേഖപ്പെടുത്തുന്നു. ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള വാക്യങ്ങൾക്ക് മത്തായി, മാർക്കോസ് എന്നീ സമവീക്ഷണ സുവിശേഷകരുമായി സാമ്യമുണ്ട്. എന്നിരുന്നാലും സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വിഭിന്നമായാണ് യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്നത്. ആത്മാവിന്റെ ശക്തിയോടുകൂടെ എന്ന് ലൂക്ക മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. ആത്മാവും ശക്തിയും തമ്മിലുള്ള ഈ കൂട്ടിച്ചേർക്കൽ ലൂക്ക മറ്റിടങ്ങളിലും ആവർത്തിക്കുന്നുണ്ട്. ഉദാഹരണം 24-ാം അധ്യായം 29-ാം വാക്യം, അപ്പോസ്തല പ്രവർത്തനം 1:8. ആത്മാവിന്റെ ശക്തി എന്ന പ്രയോഗം യേശുവിൻ്റെ പ്രബോധന അധികാരത്തെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ പ്രബോധനം അത്ഭുത പ്രവർത്തികൾ കൊണ്ട് സ്ഥിരീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ യേശുവെന്ന വ്യക്തി
സമീപ പ്രദേശത്തെല്ലാം അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു. യേശുവിൻ്റെ ദൗത്യം മുഖ്യമായും പഠിപ്പിക്കുക എന്നതാണ്. പഠിപ്പിക്കുക എന്ന പ്രയോഗമാണ് യേശുവിൻ്റെ പ്രവർത്തനത്തെ പ്രകാശിപ്പിക്കുവാനായി എല്ലാ സുവിശേഷകരും ഉപയോഗിക്കുന്നത്. യേശുവിൻ്റെ പ്രബോധനങ്ങൾ നൽകിയിരിക്കുന്നത് ഗലീലിയിലെ ഭ്രാന്തപ്രദേശങ്ങളിലെ സിനഗോഗുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. പഠിപ്പിച്ച വിഷയം എന്താണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും തുടർന്നുള്ള ഭാഗങ്ങളിൽ നിന്നും അത് ഗ്രഹിക്കാവുന്നതാണ്. പ്രബോധനം ശ്രവിച്ചവരെല്ലാം യേശുവിനെ പുകഴ്ത്തി എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ യേശുവിലൂടെ അവർ ദൈവസ്വരം കേട്ടിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസരത്തിലാണ് പുകഴ്ത്തുക എന്ന പദം ഉപയോഗിച്ച് കാണുന്നത്. ഉദാഹരണം 2-ാം അധ്യായം 20-ാം വാക്യം. സുവിശേഷത്തിന്റെ 3-ാം ഭാഗം നസ്രത്ത് സംഭവത്തിന്റെ ആദ്യ ഘട്ടമാണ്. നസ്രത്തിലെ സിനഗോഗിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. സിനഗോഗിലെ ആരാധനകളിൽ യേശു പങ്കെടുത്തിരുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ചരിത്രപരമായി BC 3-ാം നൂറ്റാണ്ട് മുതൽക്കേ യഹൂദ സംസ്കാരത്തിൽ സിനഗോഗുകൾക്ക് പ്രസക്തിയുണ്ട്. സിനഗോഗ് ആരാധനയിൽ മുഖ്യമായത് ഗ്രന്ഥപാരായണവും അതിൻ്റെ വ്യാഖ്യാനവുമാണ്. തോറ അല്ലെങ്കിൽ നിയമം, നബീം, പ്രവാചകന്മാർ എന്നീ ഗ്രന്ഥസമാഹരണങ്ങളിൽ നിന്നുമാണ് വായന തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. വായനയ്ക്കായി നിയോഗിക്കപ്പെട്ട ആൾ എഴുന്നേറ്റ് നിന്ന് വായിച്ചതിന് ശേഷം ഇരുന്നു കൊണ്ട് വ്യാഖ്യാനം നൽകിയിരുന്നു. വായനയ്ക്കായി നിയോഗിക്കപ്പെട്ട യേശുവിന് നൽകപ്പെട്ടത് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥമായിരുന്നു. അതിലെ വചനഭാഗം യേശുവിൽ പൂർത്തീകരിക്കപ്പെടുന്നതായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ യേശുവും അവിടുത്തെ ശുശ്രൂഷയിലും പഴയ നിയമ പ്രവചനങ്ങൾ സഫലമാകുന്നുവെന്ന് ലൂക്ക പ്രസ്താവിക്കുകയാണ്. ദൈവം നൽകുന്ന രക്ഷയുടെയും വിമോചനത്തിൻ്റെയും വാഗ്ദാനങ്ങൾ യേശുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു. ഈ വാഗ്ദാനങ്ങളുടെ ഫലം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവർ ദരിദ്രരാണ്. അവരോട് സുവിശേഷം അറിയിക്കുന്നത് വഴി അവർക്ക് മോചനവും കാഴ്ചയും സ്വാതന്ത്ര്യവും ലഭ്യമാകുന്നു. ഇത് തന്നെയാണ് യേശുവിൻ്റെ പ്രബോധന വിഷയമെന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവജനത്തിന് ആശ്വാസം കൊണ്ടുവരിക എന്നതാണ് അഭിഷിക്തന്റെ അഭിഷിക്തന്റെ ധർമ്മം. പാവപ്പെട്ടവർക്ക് സദ്വാർത്ത അറിയിക്കുവാൻ അഥവാ രക്ഷയുടെ സുവിശേഷം സഫലമാക്കുവാൻ യേശു നിയുക്തനായി. ദൈവം യേശുവിലൂടെ നൽകുന്ന രക്ഷയുടെയും വിമോചനത്തിൻ്റെയും ഗുണഭോക്താക്കളാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ജനത്തിൻ്റെ സമഗ്ര വിമോചനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച യേശുവിൻ്റെ പാത പിന്തുടർന്നാൽ മാത്രമേ യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ ഒരർത്ഥം നമ്മുടെ ജീവിതത്തിനും കൈവരികയുള്ളൂ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.